തുടങ്ങിയാ അന്ന് പറഞ്ഞു. ഇത് രണ്ടുതരം കോഫി പ്ലാന്റാണ് ഉള്ളത്. ഒന്ന് അറബിക്ക, റോബസ്റ്റ. ഇത് അറബിക്ക കോഫി എന്ന് പറയുന്നത് നല്ല ടേസ്റ്റിയാണ്, നല്ല നൈസുമാണ്. അറബിക്ക ഈ റോബസ്റ്റ കുറച്ച് സ്ട്രോങ് ആണ്. ഫെബ്രുവരി മാർച്ച് മാസത്തിൽ രണ്ടിലും പൂവിട്ടിട്ട് അത് ഈ പച്ച നനി വന്നിട്ട് പിന്നെ അത് പഴുക്കുമ്പോഴത്തേന് ചുവന്ന കളറിൽ അത് കണ്ടോ. ഹാർവസ്റ്റ് സീസൺ ആണ്. അപ്പൊ ഇതിങ്ങനെ വെയിൽ കൊള്ളാത്തോണ്ടാണ് ഇത് പഴുക്കാത്തത്. അതങ്ങനെ പഴുത്ത് കിടക്കുന്നുണ്ടോ അത് കണ്ടോ. അതിങ്ങനെ പറിച്ച് ഉണക്കിയിട്ട് അത് നല്ല ഭംഗിയായിട്ട് ഉണക്കിയിട്ട് പിന്നെ റോസ്റ്റ് ചെയ്തിട്ട് പൗഡറാണ്. അപ്പൊ ലോക്കൽസ് ഇവിടെ എന്താ കൂടുതൽ കഴിക്കുന്ന? ഇവിടെ ഇത് രണ്ടും ചെയ്യുന്നുണ്ട്. പക്ഷെ ഇത് കൂടുതൽ എക്സ്പോർട്ടിന് രണ്ടും വിൽക്കുന്നുണ്ട്. ഇത് എക്സ്പോർട്ട് ചെയ്യാനാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. അറബിക്ക. പിന്നെ ഇന്ത്യയിലെ ആൾക്കാർ കൂടുതൽ നമ്മൾ മൊത്തത്തിൽ ഉപയോഗിക്കുന്നത് ഇതാണ്, ഈ റോബസ്റ്റ കോഫി. ഈ കോഫിയാണ്. അപ്പൊ ഇത് കുറച്ച് സ്ട്രോങ് ആണ്. അപ്പൊ പ്രോസസ്സ് രണ്ടിന്റെ ഒന്നാണ്. പഴുക്കുമ്പോഴത്തേന് പറിച്ച് വെയിലത്ത് ചുണക്കിയിട്ട് പിന്നെ അത് വറുത്തെടുക്കും. വറുത്തിട്ട് പൊടിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റി ആകുന്നത്. പിന്നെ ഇതിന്റെ വിളവെടുപ്പ് സമയം സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലാണ്. ഇപ്പൊ ഇതാ പഴുത്ത് കിടക്കുന്നുണ്ടോ, അതിങ്ങനെ പറിച്ചെടുക്കാനുള്ള സമയമാണ്. പക്ഷെ ഇത് കുറച്ച് ലേറ്റ് ആകും. ഇത് ഡിസംബർ ജനുവരി മാസത്തിലാണ്. ഇതാണ് പ്രോസസ്സ് രണ്ടിന്റെ ഒന്ന് തന്നെ. അപ്പൊ ഇതിൽ നിങ്ങൾ കാലക്സ് ഒക്കെ അടിക്കില്ലേ? ഇത് കലക്സ് എന്ന് പറഞ്ഞാൽ ഈ തുരിശ് ചുണ്ണാമ്പ് അതൊക്കെയാണ് കലക്കി അടിക്കുന്നത്. അല്ലാതെ ആർട്ടിഫിഷ്യൽ ഒന്നും ചേർക്കുന്നില്ല. അടിക്കുന്നില്ല. ഇല്ലല്ലോ ഒന്നും അടിക്കുന്നില്ല. കീടനാശിനികളൊന്നും ചേർക്കുന്നില്ല. ഇല്ലല്ലേ. പിന്നെ വളം വരെ ഉപയോഗിക്കുന്ന കാലിവളമാണ് ഉപയോഗിക്കുന്നത്. നിങ്ങളാണോ അതോ പൊതുവെ? ഇവിടുത്തെ കാര്യം പറഞ്ഞ, ഈ ഫാമിലെ കാര്യം പറഞ്ഞ, ഇവിടെ എല്ലാം ഓർഗാനിക് ആയിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതാണ്. നിങ്ങളുടെ ഫാമിലി പേര്? ഇത് സിന്നമൻ ഗാർഡൻ. അപ്പൊ കണ്ടോ, ആ രണ്ട് വാഴ കണ്ടോ. ഇത് നമ്മുടെ സാധാരണ വാഴയാണ്. അത് കണ്ടോ, അതിന്റെ പഴം കഴിക്കാനാണ് ഉപയോഗിക്കുന്നത്. അപ്പുറത്ത് കണ്ടോ കല്ലുവാഴ. അത് കണ്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ടി വിയിൽ കണ്ടിട്ടുണ്ട്. അത് അതിന്റെ കണ്ടല്ലോ, അത് കുറെ നാളായത് വന്നിട്ട് അതെല്ലാം ഇലയെല്ലാം കരിഞ്ഞുണങ്ങി. ആ കവർ ചെയ്തിരിക്കുന്ന ഭാഗത്ത് പച്ചക്കായുണ്ട്. പച്ചക്കളറിൽ കായ കൂമ്പോരെ കരിഞ്ഞുണങ്ങി. അത് കുറെ കാലം എടുക്കും പാകമായി വരും. അതിനൊന്നും അത് തിന്നാനായിട്ട് എടുക്കത്തില്ല. അത് പഴുത്ത് പൊട്ടി അതിന്റെ വിത്തിൽ നിന്നാണ് വാഴക്കന്ന് കിളിച്ചു വരുന്നത്. കാരണം നമ്മുടെ ഈ വാഴ അത് ആ ബീൻസ് എടുത്ത് അതിന്റെ അകത്ത് ആ അരി എടുത്തിട്ട് പൊടിച്ചിട്ട് അതൊരു മരുന്നിന് ഉപയോഗിക്കുന്നു. വേറെ ഹെർബൽസ് ഒക്കെ ചേർത്തിട്ട് യൂറിനറി ഇൻഫെക്ഷൻസിനും പിന്നെ കല്ലിന് കിഡ്നി സ്റ്റോണിന് ഉപയോഗിക്കുന്നു. പക്ക ക്ലിയർ ആണ്. അതിന്റെ മരുന്ന് ആരുണ്ടാക്കുന്നു? അത് ഇവിടുന്നുള്ള ഇത് പ്രോഡക്ട്സ് എടുത്തിട്ട് ഫാക്ടറി കൊടുത്തിട്ട് ചെയ്യിപ്പിക്കുന്നതാണ്. മരുന്നിന്റെ ബ്രാൻഡ് കടയിൽ മേടിക്കാൻ ബ്രാൻഡ് അല്ലല്ല, അത് കിട്ടത്തില്ല. ഇല്ലേ? അപ്പൊ അത് എവിടെ നിന്ന് വാങ്ങിക്കാൻ പറ്റും? അത് ഇവിടെ ഉണ്ട്. ഞങ്ങൾക്ക് ഔട്ട്ലെറ്റ്സ് ഉണ്ട് മെഡിസിനും ഇവിടെ പ്യൂർ ഓർഗാനിക് ഐറ്റംസ് സെയിലുണ്ട്. അല്ല, ഈ മരുന്ന് അവിടെ കിട്ടും? ഈ മരുന്ന് ഈ കടയിൽ കിട്ടും. ഇവിടെ മാത്രം കിട്ടുമല്ലോ? ഇവിടെ കിട്ടും. പൗഡർ ഉണ്ട്, പിന്നെ സിറപ്പ് ടൈപ്പ്. കിഡ്നി സ്റ്റോൺ പോലെ. ഇനി ഗോൾ ബ്ലാഡർ സ്റ്റോൺ അങ്ങനെ ക്യൂർ ആവും? അത് കഠിനമായതല്ല, നമ്മുടെ ഫസ്റ്റ് സ്റ്റേജിൽ വരുന്നില്ലേ, അതൊക്കെ പോയി കിട്ടും. ആ കല്ലൊക്കെ, ചെറിയ കല്ലൊക്കെ ഉണ്ടെങ്കിൽ ആ മൂത്രത്തിൽ കൂടെ തരിങ്ങി പോയി കിട്ടും. അപ്പൊ അത് ഫലവത്തായ മെഡിസിനാണ് ഇവിടെ കിട്ടുന്നത്. അത് പൊട്ടി വീണാണ് അതിൽ നിന്ന് പ്ലാന്റ് കിളിച്ചു വരുന്നത്. ഇതാകുമ്പോ നമ്മൾ അതിന്റെ താഴെന്നല്ലേ പ്ലാന്റ് കിളിച്ചു വരുന്നത്. അതങ്ങനെ അത് കുറെ കാലം എടുക്കും ഇങ്ങനെ വളർന്നു വരാൻ. ഇത് റോബസ്റ്റൻ, ഇത് അറബിക്ക. ഇത് അറബിക്ക, ഇത് റോബസ്റ്റ. റോബസ്റ്റൻ ലോക്കൽ. ഇത് അറബിക്കന്റെ ചില പീപ്പിളാണ് ഇഷ്ടപ്പെടുന്നത്. ടേസ്റ്റിയാണ്. ആ വാഴയുടെ പേരെന്തായിരുന്നു? കല്ലുവാഴ എന്ന് പറയുന്നത്. ഇത് ഇങ്ങനെ പടർന്നു കിടക്കുന്ന ക്ലിമാറ്റസ് എന്ന് പറഞ്ഞൊരു ഫ്ലവറാണ്. ക്ലിമാറ്റസ്. ഇതിന്റെ ഒറിജിനൽ പ്ലേസ് അമേരിക്കയാണ്. ഇപ്പൊ ഈ മഴക്കാലമായിട്ടാണ് പോവില്ല. അല്ലല്ല, അത് പാഷൻ പൂ. അത് വരെ ഇത് ഈ പ്ലാന്റ് കണ്ടോ, അതിന്റെ ഒരു പൂവുന്നുണ്ട്. നല്ല ഭംഗിയായിട്ടുള്ള പൂവാണ്. ചുവന്ന കളർ പൂ കണ്ട അതിന്റെ ഇടയ്ക്ക്. ഈ ചൂട് സമയമാകുമ്പോ നിറയെ പൂവാണ്. മഴക്കാലമായിട്ട് പൂവ് കുറവാണ്. ക്ലിമാറ്റസ് അത് പിന്നെ ഇത് ക്യാൻസറിന് വരെ മരുന്നിനായിട്ട് ഉപയോഗിക്കും. ക്യാൻസറിനും പിന്നെ ഈ മൈഗ്രെയിൻ, ക്യാൻസർ അല്ല മൈഗ്രെയിൻ, എസ്പെഷ്യലി മൈഗ്രെയിൻ ഇതിന് മരുന്നുണ്ടാക്കുന്നത് അമേരിക്കയിൽ, ഇവിടെ അല്ല. ഇതാണ് ജാതിക്കായി. ഇതിന്റെ ഈ പുറന്തോട് ഒരു ഫ്രൂട്ട് മാതിരി ആയിരിക്കും, പക്ഷെ പഴമായിട്ട് ഉപയോഗിക്കത്തില്ല. ഇത് നല്ല സ്പൈസിയാണ്. ഇത് നമ്മൾ പച്ചമാങ്ങ കഴിക്കുന്നത് ഉപ്പും ചേർത്ത് കഴിക്കും. പുറന്തോട് കഴിക്കും. പിന്നെ ചമ്മന്തി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ പിക്കിൾസ് ഇതിനകത്ത് ഉണ്ടാക്കുന്നുണ്ട് കേരളത്തിൽ. നല്ല സ്പൈസിയാണ്, നല്ല എരിവും പുളിപ്പും ഒക്കെ. പിന്നെ ഇതിന്റെ ഉള്ളില് ഇതാണ് ജാതിക്കായ എന്ന് പറയുന്നത്. അതിന്റെ പുറത്ത് വരുന്ന ആ പൂവിന് നട്ട് മെയ്സ് എന്ന് പറയും.
നട്ട് ബേസ് ജാതിപ്പൂ, ഇത് ഉണക്കി പൊടിച്ച് മസാല കറിയിലൊക്കെ ഡയറക്റ്റായിട്ട് ഉപയോഗിക്കും. പിന്നെ ഇതിന്റെ അകം പാർട്ട്, ഇതിന്റെ ഈ ജാതിക്കായ എന്ന് പറഞ്ഞ ഈ പാർട്ട് നമ്മൾ കൊച്ചുങ്ങൾക്കൊക്കെ വയറുവേദനയൊക്കെ വരുമ്പോൾ കുഞ്ഞു പ്രായത്തിൽ വയറ്റുവേദന ഒരു കുഞ്ഞുങ്ങൾ കരയുമല്ലോ. ആ ടൈമിൽ നമുക്ക് അറിയില്ലല്ലോ എന്തുകൊണ്ടാണ് ഈ കുട്ടികൾ കരയുന്നത്. അപ്പൊ ഇതിങ്ങനെ ഒരമരുന്നായിട്ട് ഒരു തുള്ളി നാക്കി തൊട്ട് കൊടുക്കുമ്പോഴത്തേനും അവരുടെ ആ വേദനയെല്ലാം മാറിക്കിട്ടും, വിരശല്യം മാറിക്കിട്ടും. ഇപ്പോഴല്ലേ ഗ്രേപ്പ് വാട്ടറൊക്കെ ആയത്, പണ്ട് ഒരമരുന്നാണല്ലോ കൊടുത്തോണ്ടിരുന്നത്. അപ്പം ഇതിനെ ഇത് മരുന്നായിട്ട് ഉപയോഗിക്കും, മസാല ഐറ്റംസിൽ ഉപയോഗിക്കും. അല്ല അപ്പൊ വലിയവർക്ക് എന്താ ഉപയോഗം? ഇത് വലിയവർക്ക് വൈറ്റമിനാശുപത്രിക്ക് നല്ല ലൂസ് മോഷൻസ് ഒക്കെ നല്ല മരുന്നാണ്. ആണല്ലേ? നമുക്ക് ലൂസ് മോഷൻ എന്ന് പറയുന്നത് കഴിഞ്ഞാല് ഇതിപ്പോ അതിന്റെ പൂവിന്റെ ആരംഭമായിട്ടുണ്ട്. ഇതാ കണ്ട വേണ്ട ആ പച്ച കളറുണ്ടോ, അതിന്റെ പൂവിന്റെ ആരംഭമാണ്. ഇതിങ്ങനെ ആദ്യം ഇങ്ങനെ ചെറുപ്രായത്തിൽ ഇങ്ങനെ പച്ച കളറിൽ വന്നിട്ട് അത് കുറച്ച് കഴിയുമ്പോഴത്തേനും ഒരു തവിട്ട് കളറിൽ ആ സമയത്ത് നമ്മൾ പറിച്ച് വെയിലത്ത് വെച്ച് ഉണക്കിയിട്ടാണ് അത് നമുക്ക് ആ ക്ലോവിന്റെ പീസ്, ഗ്രാമ്പൂവിന്റെ കറുത്ത പീസ് കിട്ടുന്നത്. ഇപ്പം വേറെ പിന്നെ ഇത് നമുക്ക് പല്ലുവേദന ഉണ്ടാകുമ്പോൾ ആ പോടിൽ ഒരെണ്ണം എടുത്ത് ചവിച്ച് കടിച്ച് വെച്ച് കഴിഞ്ഞാൽ ആ വേദന മാറിക്കിട്ടും. പിന്നെ സ്പൈസസ് ആയിട്ട് ഉപയോഗിക്കുന്നു. പിന്നീട് വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ഈ ലിക്കർ ഉണ്ടാക്കുന്ന സമയത്ത് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് അതൊരു സ്പെഷ്യൽ ടേസ്റ്റും കിട്ടും, നല്ലൊരു ഫ്ലേവറും കിട്ടും. ടേസ്റ്റിന് വേണ്ടി ഉപയോഗിക്കുന്നു. വൈനിലൊക്കെ ഉപയോഗിക്കുന്നു, എസ്പെഷ്യലി വൈൻ തന്നെ ഉപയോഗിക്കുന്നു. പിന്നെ നമ്മൾ മുറുക്കാനൊക്കെ സമയത്തൊക്കെ ഇത് വെച്ചൊക്കെ ആയുർവേദ പൽപ്പൊടിയിൽ ചേർക്കുന്നുണ്ട്. ഇതിന്ന് ക്ലോവ് ഓയിൽ കൊടുക്കുന്നു, ഹീറ്റ് ചെയ്തിട്ട് അതിൻ്റെ പീസ് എടുത്തിട്ട് അതിന് ക്ലോവ് ഓയിൽ വേർതിരിച്ചെടുക്കുന്നു. ഒരു തരം അത്തിപ്പഴമാണ്, ഒരുപാട് തരം നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്നുണ്ട് അത്തിപ്പഴം. ഇത് ഫിഗ് എന്ന് പറയും. ഫിഗ് ഫൈക്കസ് വാരിക്കുലേറ്റ എന്നാണ് ഇതിന്റെ ബൊട്ടാണിക്കൽ നെയിം. ഇന്ത്യൻ ജൈന്റ്, പിന്നെ വേറെ ടൈപ്പ് ഇറാനിയൻ ടൈപ്പ് ഉണ്ട്. ഇതിങ്ങനെ ഈ മരത്തിന്റെ ഈ ശിഖരത്തിലാണ് പിടിച്ചു വരുന്നത്. ഇതിങ്ങനെ നമ്മൾ ഡ്രൈ ഫ്രൂട്ടായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇത് പാകമാകുമ്പോൾ അത് പറിച്ചിട്ട് റൗണ്ട് ടൈപ്പിൽ കട്ട് ചെയ്തിട്ട് നമ്മൾക്ക് മധുരം വേണമെങ്കിൽ പിന്നെ തേൻ ലായനിയിലോ അല്ലെങ്കിൽ പഞ്ചസാര ലായനിയിലോ മുക്കി ഉണക്കാം. മധുരം വേണ്ട എങ്കിൽ നേരെ കട്ട് ചെയ്തിട്ട് നമുക്ക് നേരെ വെയിലത്തിട്ട് ഉണക്കിയിട്ട് ഡ്രൈ ഫ്രൂട്ടാണ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇതിന് മധുരം ഇല്ല? ആക്ച്വലി മധുരം ഇല്ല. നമ്മൾ ആഡ് ചെയ്യണം എന്നാലേ നമുക്ക് മധുരം കിട്ടത്തുള്ളൂ. അത് മധുരം ആഡ് ചെയ്തതുകൊണ്ട് ആഡ് ചെയ്യാത്തതുകൊണ്ട്. എങ്ങനെ പ്രിസർവേറ്റീവ് ചിലപ്പോൾ ആഡ് ചെയ്ത് ഇവിടെ ഈ കടയിൽ കിട്ടുന്നത് ഒന്നും ചെയ്യാത്തതാണ്. ഇത് ഡയറക്റ്റ് ആയിട്ട് ഒരു എന്നിരുന്നാലും ഒരു ചെറിയ മധുരം ഉണ്ട് അതിനകത്ത്. ഉണക്കിയെടുക്കുന്നില്ല, ചെറിയ മധുരം നമ്മൾ അതിനകത്തൊന്നും ചേർത്തിട്ടില്ല. അതിനകത്ത് ഉള്ളിലൊരു ചെറിയ മധുരം ഉണ്ട്. അപ്പൊ ഈ ഡ്രൈ ആയിട്ട് കിട്ടുമ്പോൾ റിംഗ് പോലെ റിംഗ് പോലെ ആയിരിക്കും. അത് വിത്തെല്ലാം അതിനകത്ത് കാണും. അത് ഇങ്ങനെ ഓൾറെഡി ഇതിന്റെ ഷേപ്പ് അങ്ങനെയാണോ? അതെ അത് ഇത് കട്ട് ചെയ്യുമ്പോൾ അത് അതിന്റെ ഷേപ്പ് തന്നെ. ആ സീഡ്സ് എല്ലാം അതിനകത്ത് കാണും. അപ്പൊ അത് നമുക്ക് ഇതിനകത്ത് കാൽസ്യം ധാരാളം അടങ്ങിയിട്ടുണ്ട്, വിറ്റമിൻസ് ധാരാളം അടങ്ങിയിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് ഹീമോഗ്ലോബിൻ ഉൽപ്പാദിപ്പിക്കാൻ നല്ലതാണ്. രക്തത്തിൽ ഹീമോഗ്ലോബിൻ ഉൽപ്പാദിപ്പിക്കാൻ ഏറ്റവും നല്ല വസ്തുവാണ് ഈ ഫിഗ്. പിന്നെ ഇത് ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യാനും പിന്നെ ഡയബറ്റീസ് കൺട്രോൾ ചെയ്യാനും റുമാറ്റിക് പ്രോബ്ലംസ് ഉള്ളവരും അങ്ങനെ നെർവ്സ് പ്രോബ്ലം ഉള്ളവരൊക്കെ ഈ ഫ്രൂട്ട് ധാരാളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ മൊത്തം പ്ലാന്റേഷൻസ് ഉണ്ട്. ടൂറിസ്റ്റ് ഇങ്ങനെ ഗസ്റ്റുള്ളവരും കാണിച്ചു കൊടുക്കും. ഇവിടെ ഒരു മാസം എത്ര പേര്? അത് നമുക്ക് കാലത്ത് ഞാനിപ്പോ പുതുതായിട്ട് വന്നേ ഉള്ളൂ, 3 മാസമായതേ ഉള്ളൂ. എനിക്ക് ഇപ്പൊ ഓഫ് സീസൺ ആയിരുന്നല്ലോ. അപ്പൊ ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ ഇതിന്റെ മഹാനവമിയുടെ കണ്ട വളരെ സോഫ്റ്റ് ആണ്, അതുമാതിരി ഇരിക്കണം. അതുകൊണ്ടാണ് പൂച്ചപാലെന്ന് പറയുന്നത്. പിന്നെ സ്ട്രോബെറി ഫ്ലവർ ഇത് കണക്കാണ്, അതുകൊണ്ട് സ്ട്രോബെറി ഫ്ലവർ എന്നും പറയപ്പെടുന്നത്. ഇതാണ് വനില. ഇതിങ്ങനെ പടർന്നു കയറുന്നൊരു സസ്യമാണ്. ഇത് കണ്ട ഇതിന്റെ സപ്പോർട്ടിന്റെ താങ്ങ് കൊടുത്തിരിക്കുന്ന മരമാണ് ഇത്. ഇതിന്റെ റൂട്ട് ഇത് ഇപ്പോൾ പ്രായപൂർത്തിയായിട്ടില്ല. ഒരു 1-2 വർഷം കഴിയുമ്പോഴത്തേന് ആദ്യമായിട്ട് പൂവ് വരും. ഈ പൂവ് സ്വയം പരാഗണം നടത്തത്തില്ല. നമ്മൾ പരാഗണം ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് പയറ് വരും, നീളത്തിലുള്ള ഇങ്ങനെ കുറെ പയറ് വരും, ബീൻസ് വരും. ആ ബീൻസ് വന്നിട്ട് അതൊരു റിപ്പൺ ടൈപ്പ് ആകുമ്പോൾ നമ്മൾ പറിച്ചിട്ട് നല്ല ഭംഗിയായിട്ട് ഉണക്കിയിട്ട് അത് പൊടിച്ചിട്ട് അതിൽ നിന്ന് വനില എസൻസ് തിരിച്ചെടുക്കും. അതാണ് നമ്മൾ ഐസ്ക്രീമിനൊക്കെ ഉപയോഗിക്കുന്നത്. ഐസ്ക്രീം
ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കുന്നത്. പിന്നെ ബിരിയാണിയിലൊക്കെ ആഡ് ചെയ്യും. വളരെ വിലപിടിപ്പുള്ളൊരു സാധനമാണ്. കുങ്കുമപ്പൂ കഴിഞ്ഞാൽ അടുത്ത ഐറ്റം ഇതാണ് ഏറ്റവും വിലപിടിപ്പുള്ളത്. ഫസ്റ്റ് കുങ്കുമപ്പൂവാണ്. ഇത് അറിയാമല്ലോ, കാന്താരി മുളക്. കാന്താരി മുളക് ലോകത്തിലെ ഏറ്റവും ചെറിയ മുളകാണിത്. ബേഡ്സ് ഐ ചില്ലി എന്ന് പറയപ്പെടും, തായ് ചില്ലി, ആസാമീസ് ചില്ലി എന്ന് പറയപ്പെടും. ഭയങ്കരമായ എരിവാണ് ഈ മുളക്. ലാസ്റ്റ് പൊസിഷൻ ഇത് മാക്സിമം ടൈപ്പ് ചെയ്താണ്. ഇതിപ്പോഴത്തെ മെഡിക്കൽ യൂസസ് പ്രകാരമാണ്. ഇത് ദിവസം ഓരോന്ന് കഴിച്ചു കഴിഞ്ഞാൽ കൊളസ്ട്രോൾ കുറഞ്ഞു കിട്ടും എന്ന് പറയപ്പെടുന്നു. ഇപ്പോൾ മാർക്കറ്റിലൊക്കെ നല്ല വിലയാണ്. 1000 രൂപ മുതൽ മേളിലോട്ടുണ്ടെന്ന് പറയപ്പെടുന്നു. ഇതാണ് കൊക്കോ. അത് കഴിക്കാൻ പറ്റുമോ? മഞ്ഞ കൊക്കോ ഇത് കഴിക്കാം. ഞാൻ ഉണ്ടെങ്കിൽ ഒരെണ്ണം പറിച്ചുതരാൻ ബാക്കിയുണ്ടെങ്കിൽ കിട്ടും. ഇതിങ്ങനെ ഇത് ഇങ്ങനെ മൂപ്പത്തി വരുമ്പോൾ മഞ്ഞ കളറിൽ ഇങ്ങനെ വരും. ഇത് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പം ഇതാ കണ്ട ഈ ക്രീം മാതിരി ഇരിപ്പുണ്ട് ഇതിൻ്റെ പുറത്ത്. ഇത് നല്ല മധുരമാണ് ഇത് കഴിക്കാനായിട്ട്. കാൽസ്യം ധാരാളം അടങ്ങിയിട്ടുള്ളതാണ്. പിന്നെ ഇതിനകത്തുള്ള ഈ കുരു എടുത്തിട്ട് ഉണക്കിയിട്ട് വറുക്കുമ്പോഴത്തേക്ക് പൊടിക്കുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റ്. ഇതാണ് ചോക്ലേറ്റ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത്. കൊക്കോ പൗഡർ. പിന്നെ ചായക്കകത്ത് ആഡ് ചെയ്ത് നമ്മൾ യൂസ് ചെയ്യും. ഇത് നിറയെ കാൽസ്യം. ഇത് ഹാർവെസ്റ്റ് ഞങ്ങളിപ്പോൾ എടുക്കാനുള്ള എടുക്കുന്നതിന് ഇവിടെ കിളി ഓരോ ദിവസം വന്ന് കൊത്തിപ്പറിക്കാം. അപ്പോൾ പിന്നെ ആവട്ടെ ഒന്ന് വരും. കണ്ടില്ലേ? ഇതെല്ലാം കുരുവിക്കൂട് മാതിരി കംപ്ലീറ്റ് കൊത്തിക്കൊണ്ട് വരിക. ഒരൊറ്റെണ്ണം പോലും നമുക്ക് പിന്നെ ഗസ്റ്റുകളെ കാണിക്കാൻ പോലും കിട്ടത്തില്ല. നമ്മൾ നാളെ പറിക്കാമെന്ന് കരുതിയൊക്കെ നിൽക്കും. എന്ത് ചെയ്യാനതാകണ്ട കംപ്ലീറ്റ് കൊത്തിട്ടില്ല. ഇതാണ് എൻ്റെ ലാസ്റ്റ് പൊസിഷൻ.